72ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ഒരുങ്ങി ആലപ്പുഴ. ജലമേള ഇന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. കർണാടക മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറും കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും മുഖ്യ അതിഥികളാകും. ആവേശത്തുഴയേറിയാൻ 21 ചുണ്ടൻ വള്ളങ്ങളടക്കം 70-ലേറെ വള്ളങ്ങളാണ് തയ്യാറായിരിക്കുന്നത്. ഇത്തവണത്തെ ജലരാജാവ് ആരാണെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് വള്ളംകളി പ്രേമികൾ. വിശദാംശങ്ങളുമായി അമൽ സുരേന്ദ്രനുണ്ട് ആലപ്പുഴയിൽ നിന്നും. അമൽ, ആവേശം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. എല്ലാവരും ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ് വേഗരാജാവിനെ അറിയാൻ. ഓളപ്പരപ്പിൽ ആവേശം എത്രത്തോളമുണ്ട്? ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണോ? സുരക്ഷാ ക്രമീകരണങ്ങൾ എന്താണ്? വിശേഷങ്ങൾ പറയും. ഗൗതം, വെരി ഗുഡ് മോർണിംഗ്. ഏതായാലും ഇനി ഉള്ള ഈ ഒരു പകൽ എന്ന് പറയുന്നത് ആവേശത്തിന്റെയും വിശ്രമമില്ലാത്ത വള്ളക്കാഴ്ചകളുടെയും ഒക്കെ ഒരു പകലാണ് നമുക്ക് മുൻപിൽ വരാനിരിക്കുന്നത്. ഏതായാലും 72ാമത് വള്ളം കളിയെ എതിരേൽക്കുവാൻ വേണ്ടി പുന്നമടക്കായലും അതോടൊപ്പം തന്നെ ആലപ്പുഴയും കുട്ടനാടുമെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് വലിയൊരു മാധ്യമപ്പട തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ 72ാമത് വള്ളം കളി എന്ന് പറയുമ്പോൾ ഏതൊരു വള്ളം കളിയെയും പോലെ തന്നെ കേരളക്കരയ്ക്കൊന്നാകെ ഒരു ആഘോഷത്തിന്റെയാണ്. ഇക്കുറി ആഘോഷം ഇരട്ടി മധുരമാണ്. ഓണത്തിനൊപ്പം തന്നെയാണ് വള്ളം കളിയും കൂടി എത്തുന്നത്. ഏതായാലും മഴയുടെ ഒരു ശക്തമായിട്ടുള്ള സാന്നിധ്യം ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ്. രാവിലെ തൊട്ട് മുൻപാണ്, ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ മുൻപാണ് ശക്തമായ ഒരു മഴ ഉണ്ടായത്. ഏതായാലും അത്തരത്തിൽ മഴ ഉണ്ടാകുന്നത് വള്ളംകളിയുടെ ആവേശത്തെ ഒന്നുകൂടി കൂട്ടുമെന്നാണ് വള്ളംകളി പ്രേമികൾ പറയുന്നത്. അത് മറ്റൊരു തരത്തിലുള്ള തടസ്സത്തിലേക്ക് പോകില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും പവനീരുകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. 71ഓളം വള്ളങ്ങളാണ് ഇന്ന് പുന്നമടക്കായലിൽ മാറ്റുരയ്ക്കാൻ എത്തുന്നത്. അതിൽ 21 ചുണ്ടൻ വള്ളങ്ങളാണുള്ളത്. ആദ്യം 22 ആയിരുന്നുവെങ്കിലും പിന്നീട് ഒരെണ്ണം പിൻവാങ്ങുകയും ഇപ്പോൾ 21 വള്ളങ്ങളാണ് ഈ ഒരു മത്സരവുമായി ബന്ധപ്പെട്ട് ചുണ്ടൻ വള്ളങ്ങളാണ് ഇവിടേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ എന്ത് വില കൊടുത്തും തങ്ങൾ ഇത്തവണത്തെ നെഹ്റു ട്രോഫി കപ്പ് ഉയർത്തുമെന്ന ആവേശത്തിലാണ് പുന്നമടയാകട്ടെ അല്ലെങ്കിൽ പള്ളാത്തുരുത്തിയാകട്ടെ പുതുതായി വന്ന അരോമയാകട്ടെ. അരോമയുടെ കാര്യം പറയുമ്പോഴാണ് പുതുതായി വന്ന 3 കന്നി ചുണ്ടൻ വള്ളങ്ങളുണ്ട്. അത് ഒന്ന് അരോമ ചുണ്ടനാണ്, മറ്റൊന്ന് അർപ്പൂക്കര ചുണ്ടനാണ്. അതുകൂടാതെ തന്നെ നിരണം പുണ്യാളൻ എന്നൊരു ചുണ്ടൻ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കന്നി അംഗത്തിന് മാറ്റുരയ്ക്കുന്ന ഈ ചുണ്ടൻ വള്ളങ്ങളിൽ ഏതായിരിക്കും കൂടുതൽ മികവ് പ്രകടിപ്പിക്കുക, ഏതായിരിക്കും കപ്പെടുക്കുക എന്നത് ഒരു ആകാംക്ഷ തന്നെയാണ്. പ്രത്യേകിച്ചും അരോമയുടെ കാര്യം പറയുമ്പോൾ അരോമ മൂലം വള്ളംകളിയുടെ ഭാഗമായിട്ട് ശക്തമായിട്ടൊരു സാന്നിധ്യം തെളിയിക്കുകയും മൂലം കപ്പ് ഉയർത്തുകയും ചെയ്തതാണ്. നെഹ്റു ട്രോഫിക്ക് മുന്നോടിയായി നടന്ന മൂലം വള്ളംകളിക്കും ഒരു മാസം മുൻപേ തന്നെ അവർ ശക്തമായിട്ടുള്ള പരിശീലന പരിപാടികളുമായി മുന്നോട്ട് പോയിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടത് ഈ ഒരു നിമിഷം വരെയും ഒരു വലിയ യുദ്ധത്തിന് മുൻപുള്ള ഒരു ശാന്തതയാണ് പുന്നമടക്കായലിലും അതോടൊപ്പം തന്നെ ഈ ബോട്ട് ക്ലബ്ബുകളുടെ ക്യാമ്പുകളിലും നമുക്ക് കാണാൻ സാധിക്കുക. ഇന്നലെ പകലും ഇന്നലെ രാത്രിയും ഒക്കെ അവർക്ക് ഒരു വിശ്രമത്തിൻ്റെതായിരുന്നു. ഏതായാലും ആ വിശ്രമമെല്ലാം കഴിഞ്ഞ് ഇത്രയും നാളത്തെ, അതായത് 40 ദിവസങ്ങൾക്ക് മുകളിലുള്ള ഒരു പരിശീലനത്തിൻ്റെ എല്ലാ തരത്തിലുള്ള മാറ്റുരയ്ക്കലും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബുമായിട്ട് അല്പസമയം മുൻപൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നതാണ്. അവർ പറയുന്നത് കഴിഞ്ഞ 5 തവണയും തങ്ങൾക്ക് വലിയ രീതിയിലുള്ള മേൽക്കൈ ഉണ്ടായിരുന്നു. 5 തവണയും കപ്പടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനൊരു മാറ്റമായത് കഴിഞ്ഞ ഒരു തവണ മാത്രമാണ്. കഴിഞ്ഞ തവണ വില്ലേജ് ബോട്ട് ക്ലബ്ബാണ് ഒരു കപ്പടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത്തവണ ആദ്യത്തെ ട്രാക്കിൽ തന്നെ, ആദ്യത്തെ ഹീറ്റ്സിൽ തന്നെ വില്ലേജ് കൈനഗരി ബോട്ട് ക്ലബിന്റെ ഭാഗമായിട്ടുള്ള തലവടി ചുണ്ടൻ മത്സര രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതിനർത്ഥം തന്നെ ആദ്യത്തെ ആ ഒരു ഘട്ടത്തിൽ തന്നെ, ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരത്തിന്റെ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ തീപാറുന്ന യുദ്ധം നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൂടാതെ രാവിലെ 11 മണി തൊട്ട് ഉച്ചവരെ ചെറുവള്ളങ്ങളുടെ, വെപ്പ് വള്ളങ്ങളാകട്ടെ, ഇരുട്ടുകുത്തി വള്ളങ്ങളാകട്ടെ, ചുരുളം വള്ളങ്ങളാകട്ടെ, ഈ വള്ളങ്ങളുടെ എല്ലാം മത്സരമായിരിക്കും. അതിനുശേഷമാണ് 2 മണിയോടുകൂടി ശക്തമായിട്ടുള്ള ചുണ്ടൻ വള്ളങ്ങളുടെ പോരാട്ടത്തിലേക്ക്, കാണികളെല്ലാം കാത്തിരിക്കുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ പോരാട്ടത്തിലേക്ക് പുന്നമടക്കായൽ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഗൗതം, നമ്മുടെ ടീമെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. സമഗ്രമായിട്ടുള്ള തന്നെയുള്ള ഒരു കവറേജ് പുന്നമടക്കായലിന്റെയും ഈ ജലമേളയുടെയും ഭാഗമായിട്ട് ന്യൂസ് മലയാളത്തിന്റെ ജനങ്ങളിലേക്ക്, പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാനും സാധിക്കുന്നതാണ്. നമ്മുടെ ന്യൂസ് ഡയറക്ടർ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ ഇടപെടുകയാണ്. ഒരൊറ്റ കാര്യം കൂടി, അതായത് നമുക്കറിയാം കഴിഞ്ഞ തവണ ഈ മത്സരം നടക്കുമ്പോൾ, വള്ളംകളി മത്സരം നടക്കുമ്പോൾ അതിൻ്റെ ഫിനിഷിങ്ങുമായി ബന്ധപ്പെട്ട് മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തെ ചൊല്ലിയുള്ള തർക്കം വലിയ തരത്തിൽ നമ്മൾ കണ്ടതാണ്. എപ്പോഴും അത്തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ വള്ളംകളി വിലയിരുത്തുന്നതിന്, അതിനെ മാർക്കിടുന്നതിനുമായി ബന്ധപ്പെട്ട് പുതിയ സംവിധാനങ്ങളോ സജ്ജീകരണങ്ങളോ എന്തെങ്കിലും ഒരുക്കിയിട്ടുണ്ടോ? കഴിഞ്ഞ തവണ ക്യാമറകളൊക്കെ ഉപയോഗിച്ചുള്ള നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. അതിൻ്റെ പരിശോധനയൊക്കെ, ക്യാമറകളുടെ എണ്ണമൊക്കെ കൂട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തവണ എന്താണ് അത്തരത്തിലുള്ള ക്രമീകരണം ഈ ഫിനിഷിംഗ് പോയിന്റിൽ ഒരുക്കിയിരിക്കുന്നത്? ഒപ്പം തന്നെ ടീം എല്ലാവരും അവിടെ എത്തിയോ? എല്ലാവരും ആവേശത്തിലാണെന്ന് മനസ്സിലാക്കുന്നു. അതിൻ്റെ വിശേഷങ്ങൾ കൂടി.
ഗൗതം പറഞ്ഞതുപോലെ തന്നെ ഈ മൈക്രോ സെക്കൻഡുകൾക്ക് മില്ലി സെക്കൻഡുകൾക്കൊക്കെയാണ് പലപ്പോഴും ചുണ്ടൻ വള്ളങ്ങളുടെ വിജയം നിർണ്ണയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അത്രമേൽ വാശിയേറിയ ഒരു പോരാട്ടമാണ് പുന്നമടയിൽ നടക്കാറുള്ളത് എന്ന് നമുക്ക് അറിയാവുന്നതുമാണ്. കഴിഞ്ഞ 5 തവണയും കപ്പടിച്ച പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന് കഴിഞ്ഞ തവണ മൈക്രോ സെക്കൻഡുകൾക്ക് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടേണ്ടി വന്നു എന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വേദനയായിരുന്നത്. പ്രത്യേകിച്ചും വലിയ രീതിയിലുള്ള ഫാൻ ഫോളോവിംഗ് ഉള്ള ഒരു ഗ്രൂപ്പാണ്, ഒരു ബോട്ട് ക്ലബ്ബാണ് പള്ളാത്തുരുത്തി. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവരത് ഉന്നയിക്കുകയും ചെയ്തതാണ് ഈ വേദിയിൽ വെച്ച്, ഈ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വേദിയിൽ വെച്ച് അവർ പറഞ്ഞതാണ് അടുത്ത മത്സരത്തിന് ഞങ്ങൾ വരും, ഞങ്ങൾ തന്നെ കപ്പ് ഉയർത്തുമെന്ന്. ആ ആവേശത്തിലാണ് അവർ പരിശീലനം പോലും ഇതുവരെയും മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് നമ്മൾ അല്പസമയം മുൻപ് വരെ അവരോട് സംസാരിച്ചപ്പോഴെല്ലാം അവരുടെ ഓരോ പ്രതിനിധികളും നമ്മളോട് പറഞ്ഞാണ് ഇത്തവണ കപ്പ് ഞങ്ങൾ തന്നെ എടുക്കുമെന്ന്. ഏതായാലും ഇത്തവണ ഈ ഒരു ഫിനിഷിംഗ് പോയിന്റിൽ വള്ളങ്ങളുടെ വിജയത്തിന്റെ ആ ഒരു കൃത്യമായ കാര്യങ്ങൾ ഗണിക്കുവാൻ വേണ്ടിയിട്ട് യന്ത്ര സംവിധാനങ്ങളടക്കം ഉപയോഗിക്കുന്നുണ്ട്. യന്ത്രവൽകൃതമായിട്ടുള്ള ഒരു വിധി നിർണ്ണയമായിരിക്കും ഉണ്ടാവുക എന്നാണ് ജില്ലാ ഭരണകൂടവുമായി എല്ലാം സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. മാത്രവുമല്ല ഈ ഒരു ഭാഗം, അതായത് VIP ഇരിക്കുന്ന നെഹ്റു പവലിയനും അടക്കമുള്ള റോസ് പവലിയൻ അടക്കമുള്ള ഈ ഒരു ഭാഗം, ഈ ഫോട്ടോ ഫിനിഷൊക്കെ നടക്കുന്ന ഈ ഒരു ഭാഗത്ത് 200 മീറ്ററോളം ഭാഗം, അതായത് റമദാൻ തൊട്ട് ഇവിടം വരെയുള്ള 200 ഭാഗത്തേക്ക് ഒരു റെഡ് സോൺ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഈ ഭാഗത്തേക്ക് മറ്റ് വള്ളങ്ങളെ നേരത്തെ അല്ലെങ്കിൽ ഈ സഞ്ചാരികളുമായിട്ട് വരുന്ന വള്ളങ്ങളെ ഒന്നും കടത്തിവിടാതിരിക്കുവാനുള്ള സജ്ജീകരണങ്ങൾ മുന്നേ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ ആകാശ ദൃശ്യങ്ങൾ പകർത്തുവാൻ വേണ്ടിയിട്ടുള്ള ഡ്രോൺ സംവിധാനങ്ങൾക്കും മറ്റും ഈ ഭാഗത്തേക്ക് കടന്നു വരുന്നതിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരരുത്, അതായത് 200 മീറ്ററിനുള്ളിലേക്ക് അവർ കടക്കരുത്, മറ്റ് നിർദ്ദേശിച്ച സർക്കാർ സംവിധാനങ്ങളുടെ ഡ്രോണുകൾ ഒഴിച്ച് മറ്റ് ഡ്രോണുകളൊന്നും ഈ ഭാഗത്തേക്ക് വരരുത് എന്നുള്ളൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടത് ഇന്ന് മുഖ്യമന്ത്രി VD സതീശനാണ് ഈ വള്ളംകളിയുടെ ഉദ്ഘാടനം നടത്തുക എന്നുള്ളതാണ്. മുൻപ് രാഹുൽ ഗാന്ധിയെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തിയിരുന്നെങ്കിലും രാഹുൽ ഗാന്ധി വരില്ല എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് പുറമെ DK ശിവകുമാർ എത്തും. അതോ കർണാടക മുഖ്യമന്ത്രിയുടെ DK ശിവകുമാറും അതോടൊപ്പം തന്നെ കേന്ദ്ര വിനോദസഞ്ചാര മേഖല മന്ത്രിയായിട്ട് ഗജേന്ദ്ര ശിഖാവത്ത് ഇവിടേക്ക് എത്തും. അപ്പോൾ ഇത്തരത്തിലുള്ള VIP പുറമെ മറ്റ് സിനിമാ താരങ്ങളോ ഒന്നും നിലവിൽ ഔദ്യോഗികമായി ഇവിടേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ആയിട്ടില്ല. ഏതായാലും വള്ളങ്ങളെല്ലാം, ബോട്ട് ക്ലബ്ബുകളെല്ലാം പൂർവാധികം ശക്തിയോടുകൂടി തന്നെ ഇന്നത്തെ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പോട് കൂടിയാണ് ഇത്രയും ദിവസങ്ങൾ അവർ തങ്ങളുടെ മെയ്ക്കരുത്തും മനക്കരുത്തും ഉരച്ച് കൂട്ടിയത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ പല ബോട്ടുകളുടെയും യഥാർത്ഥ ചുണ്ടൻ വള്ളങ്ങൾ നീറ്റിലേക്ക് എത്തുകയാണ്. പുന്നമടയിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ചുണ്ടൻ വള്ളങ്ങൾ നീറ്റിലേക്ക് കൊണ്ടുവരും. കൈനഗിരിയിലുണ്ട്. അങ്ങനെ ഒരുപാട് ബോട്ട് ക്ലബ്ബുകൾ തങ്ങളുടെ വള്ളങ്ങളെ നീറ്റിലേക്ക് ഇറക്കുന്ന ഒരു പുലർച്ചെ കൂടിയാണിത്. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആചാരപരമായിട്ടുള്ളൊരു ചിട്ട കൂടിയാണ് എന്നാണ് വള്ളംകളിയുടെ ചരിത്രം അറിയുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഏതായാലും ഈ ചുണ്ടൻ വള്ളങ്ങളുടെ ബോട്ട് ക്ലബ്ബുകളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള മറ്റ് ചില കാര്യങ്ങൾ കൂടി ചോദിക്കേണ്ടതുണ്ട്. ചില കാര്യങ്ങളിൽ കൂടി നമുക്ക്, കാരണം ഈ വള്ളംകളി കാണാൻ വേണ്ടി പുന്നമടയിലേക്ക് എത്തുന്ന, ആലപ്പുഴയിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം നമുക്കറിയാം. അത് ഓരോ വർഷം കഴിയുന്തോടും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ആളുകൾ കൂട്ടമായി, കുടുംബമായൊക്കെ തന്നെ വള്ളംകളി കാണാൻ എത്താറുണ്ട്. അത് വാഹനങ്ങളിൽ റോഡ് വഴിയും എത്തുന്നുണ്ട്, വള്ളങ്ങളിൽ കായലുകൾ വഴിയും എത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഇത്തവണ നമുക്കറിയാം മഴയുടെ ഒരു സാഹചര്യമുണ്ട്. വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു, പുഴയിലെ വെള്ളം കൂടിയിട്ടുണ്ട്. അപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെയാണ്, പോലീസ് സംവിധാനങ്ങൾ എങ്ങനെയാണ് വിന്യസിച്ചിരിക്കുന്നത്? അതോടൊപ്പം തന്നെ ആലപ്പുഴയിൽ ഗതാഗത നിയന്ത്രണമുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആലപ്പുഴയിൽ നിന്ന് തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ട്. അമൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് ആ ഗതാഗത സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്? സുരക്ഷാ സംവിധാനങ്ങൾക്ക് പോലീസ് വിന്യാസം എങ്ങനെയാണ്? പുഴയിൽ പാലിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ എങ്ങനെയാണ്? ഈ ആലപ്പുഴയിലേക്ക് ഈ ആവേശപൂരം കാണാൻ വരുന്ന ആളുകൾക്ക് നമുക്ക് ഈ ഘട്ടത്തിൽ കൊടുക്കാൻ കഴിയുന്ന വിശദാംശങ്ങൾ എന്താണ് അമൽ? ഗൗതം, സാധാരണ ഈ വള്ളംകളി നടക്കുമ്പോൾ നമ്മൾ കാണാറുള്ളതാണ്, പതിവ് കാഴ്ചയാണ്. ഈ ട്രാക്കിലൂടെ പോലും പലപ്പോഴും വള്ളങ്ങൾ, അതായത് സഞ്ചാരികൾ പോകുന്ന വള്ളങ്ങൾ കടത്തിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇത്തവണ അത്തരത്തിൽ ഏതെങ്കിലും വള്ളങ്ങൾ പാസില്ലാതെ ഈ ട്രാക്കിലേക്ക് കയറുന്ന ഒരു സാഹചര്യമുണ്ട്. പാസ് ഉണ്ടെങ്കിൽ പോലും ട്രാക്കിലേക്ക് കയറാൻ കഴിയില്ല. കാരണം നമുക്ക് കാണാം ആ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ക്യാമറയൊന്ന് മാറ്റുകയാണ്. അവിടെ നമുക്ക് കാണാം കൃത്യമായിട്ട് ഈ പാസോട് കൂടി ഈ ഹൗസ് ബോട്ടുകളെല്ലാം നിരത്തിയിട്ടിരിക്കുന്നത് കാണാവുന്നതാണ്. ഈ ഹൗസ് ബോട്ടുകൾ അവിടെ കൃത്യമായി
കൃത്യമായി വേലി കിട്ടി തിരിച്ച് അവിടെ ഇട്ടിരിക്കുകയാണ്. സഞ്ചാരികൾക്ക് അവിടെ പ്രൈവറ്റ് ആയിട്ട് കാണേണ്ടവർക്ക് അവിടെ കാണാം. അതുകൂടാതെ ഇതിനിപ്പുറത്ത് നിൽക്കുന്ന, അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഫിനിഷിംഗ് പോയിന്റിലാണ്, ഈ ഭാഗത്ത് നിൽക്കുന്ന ഈ ട്രാക്കുകൾ കൃത്യമായി വിന്യസിച്ചിട്ടുണ്ട്. ഇവിടേക്ക് മറ്റൊരു തരത്തിലുള്ള സഞ്ചാരികളുമായോ വിനോദസഞ്ചാരികളുമായിട്ടൊക്കെ വരുന്ന ബോട്ടുകളെ കടത്തിവിടുന്ന ഒരു കാര്യവും ഉണ്ടായില്ല. അങ്ങനെ ഉണ്ടായാൽ അവർക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇന്നലെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായും അതോടൊപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവിയും അടക്കം നമ്മളോട് പറയുന്നത്. ഏതായാലും സഞ്ചാരികൾക്ക് പുറമെ തന്നെ ഈ വള്ളംകളി പ്രേമികൾ, അത് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് കേരളത്തിന് പുറത്തു നിന്ന്, തീർച്ചയായിട്ടും ആലപ്പുഴയുടെയും കുട്ടനാടിന്റെയും കാര്യം പറയണ്ട, എല്ലാവരും ഇവിടെ തന്നെ കാണും. അപ്പോൾ അവരെല്ലാവരും വന്ന് നിറയും. ഇപ്പോൾ നമുക്ക് കാണാം ഈ ഭാഗത്തെല്ലാം ഒരു ശൂന്യതയുണ്ട്, ആളുകളുടെ ശൂന്യതയുണ്ട്. ഇവിടെ ഇപ്പോൾ താൽക്കാലികമായിട്ട് മാധ്യമപ്രവർത്തകരും ഇവിടെ ചില സജ്ജീകരണങ്ങൾ നടത്താനുമുള്ള ആളുകൾ ഒഴിച്ചാൽ ബാക്കി കാണികളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. പക്ഷേ ഒരു 9 മണി കഴിയുന്നത് തൊട്ട് ഇവിടെ സീറ്റ് പിടിക്കുവാനും മറ്റുമായിട്ട് ആളുകളുടെ ഒരു പ്രളയം തന്നെ ഉണ്ടാകുമെന്ന കാര്യം നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അവരെ എങ്ങനെ സജ്ജീകരിക്കാമെന്നുള്ളതാണ്. റെക്കോർഡ് വിൽപ്പനയാണ് ഇപ്രാവശ്യം ഈ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ടിക്കറ്റ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് എന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. അതിൽ 5 ലക്ഷം രൂപയുടെ പ്രധാനപ്പെട്ട ഒരു ടിക്കറ്റ് ഉണ്ടായിരുന്നു. അതിൽ 5 ടിക്കറ്റുകളാണ്, 5 ലക്ഷത്തിൻ്റെതല്ല, 1 ലക്ഷത്തിൻ്റെ 5 ടിക്കറ്റുകളാണ് വിൽപ്പനയ്ക്ക് വെച്ചിരുന്നത്. അത് പ്രധാനപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ടിക്കറ്റുകളാണ്. പക്ഷേ സ്ഥലപരിമിതി കൊണ്ട് ആ ടിക്കറ്റുകളുടെ എണ്ണം 5 ആയി പരിമിതപ്പെടുത്തേണ്ടി വന്നു എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കളക്ടറുമായി സംസാരിക്കുമ്പോഴെല്ലാം അറിയാൻ സാധിച്ചിരുന്നത്. മാത്രമല്ല, ഇത്തവണത്തെ വള്ളംകളിയുടെ ഭാഗമായിട്ട് ആലപ്പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു. ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ ഭാഗങ്ങളിലെല്ലാം വലിയ രീതിയിൽ പോലീസ് വിന്യാസം നടത്തിയിട്ടുണ്ട്. അപ്പോൾ വാഹനങ്ങളിൽ കൃത്യമായ പരിശോധനയുണ്ട്, വാഹനങ്ങൾ കടത്തിവിടുന്നതിൽ ഇതുണ്ട്, പാസ്സുള്ള വാഹനങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്തുന്നുണ്ട്. മാത്രവുമല്ല, ഈ വാഹനങ്ങൾ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് തന്നെ നിർത്തിയിട്ടതിന് ശേഷം ഇങ്ങോട്ട് വരണം എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഗതാഗത സജ്ജീകരണങ്ങൾ കൂടുതലായി നടത്തിയിട്ടുണ്ട്. ചങ്ങനാശ്ശേരിയും കുട്ടനാട് ഭാഗത്തോട് വരുന്ന AC റോഡിലടക്കം ഈ ഒരു ഗതാഗത നിയന്ത്രണം ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ മെയിൻ റോഡുകളിലെ ഗതാഗതം സുഗമമാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും MC റോഡ് പോലുള്ള ഭാഗങ്ങളിലെ ഗതാഗതം NH പോലുള്ള ഭാഗത്തെല്ലാം ഒരു സുഗമമായിട്ട് വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള ഒരു മാർഗവും ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ആലപ്പുഴയുടെ വഴികൾ നമുക്കറിയാവുന്നതാണ്. അത് പരിമിതമായ ചില ചെറിയ വഴികളൊക്കെയുണ്ട്. ആ വഴികളിലെല്ലാം വാഹനങ്ങൾ കടന്നു വന്ന് ഈ ഭാഗത്തേക്ക് വരാനുള്ള ശ്രമമൊക്കെ പലപ്പോഴും നടത്താറുണ്ട്. അത്തരം ഭാഗങ്ങളിൽ പോലും പോലീസ് വിന്യാസം നടത്തിക്കൊണ്ട് ഗതാഗതം നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വള്ളംകളിയുടെ, അതായത് 72 വർഷത്തെ വള്ളംകളിയുടെ പാരമ്പര്യത്തിൽ ഏറ്റവും കൂടുതൽ വിജയത്തുക അത് ഇത്തവണയാണ് വള്ളങ്ങൾക്ക് വിജയിച്ചു വരുന്ന ചുണ്ടൻ വള്ളത്തിനാകട്ടെ, അല്ലെങ്കിൽ ചെറുവള്ളങ്ങളാകട്ടെ, വെപ്പ് വള്ളമോ ഇരുട്ടുകുത്തി വള്ളങ്ങളോ ചുരുളു വള്ളങ്ങളോ ആകട്ടെ, ഈ വള്ളങ്ങളിൽ ഏറ്റവും കൂടുതൽ ഒരു വിജയത്തുക ലഭിക്കുന്നത് ഈ വർഷമാകും. ചുണ്ടൻ വള്ളങ്ങളിൽ വിജയി എത്തുന്ന വള്ളത്തിന് 25 ലക്ഷം രൂപയാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റു വള്ളങ്ങൾക്ക് താരതമ്യേനമായിട്ടുള്ള കൂടുതൽ 5 ലക്ഷം രൂപ വരെയൊക്കെയുള്ള കൂടുതൽ മറ്റു വള്ളങ്ങളുടെ കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം ഒരു മാറ്റമുണ്ടായത് വള്ളപ്രേമികളെ സംബന്ധിച്ചിടത്തോളം, വള്ളംകളിയുമായിട്ട് വർഷങ്ങളായിട്ട് അത് ജീവിതമായി കൊണ്ടു നടക്കുന്ന ബോട്ട് ക്ലബ്ബുകളുടെ ഭാരവാഹികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസം തന്നെയാണ്. നമുക്കറിയാം, വലിയ മുതൽ മുടക്കുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ ഭാഗമായി ഇത്തരത്തിലൊരു സഹായം ലഭിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ചില സഹായങ്ങൾ, അല്ലെങ്കിൽ ഈ ബോട്ട് ക്ലബ്ബുകളെയും വള്ളംകളിയെയൊക്കെ പിടിച്ചു നിർത്തുവാൻ വേണ്ടിയുള്ള ചില സഹായങ്ങൾ അതിന് പുറമെയൊക്കെ ലഭിക്കുമായിരുന്നുവെങ്കിലും അത് അപര്യാപ്തമാണ് എന്ന് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ചും ഇപ്പോഴെല്ലാം കോടികളാണ് ഒരു ചുണ്ടൻ വള്ളത്തെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടും നീറ്റിലിറക്കുന്നതിൻ്റെ ഭാഗമായിട്ടും അതോടൊപ്പം തന്നെ ഈ ഒരു വള്ളംകളിയിൽ പങ്കെടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും പല ബോട്ട് ക്ലബ്ബുകൾക്കും ആവശ്യമായി വരുന്നത്. അതിനുള്ള പണം പലപ്പോഴും ക്രൗഡ് ഫണ്ടിങ്ങിലൂടെയും മറ്റും ഡൊണേഷനിലൂടെയും മറ്റുമൊക്കെയാണ് ഈ ക്ലബ്ബുകളെല്ലാം സജ്ജീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും പക്ഷേ ഇത്തവണ ഈ ഒരു സമ്മാനത്തുക കൂട്ടിയത് ആവേശത്തിൻ്റെ ഒരു കൂടുതൽ കൂടി ഈ ഒരു മേളയുടെ ഭാഗമായിട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഗൗതം എന്തുകൊണ്ടാണ് ഈ വള്ളംകളിക്ക് വരാത്തത് എന്ന് ഒരു പക്ഷേ പ്രേക്ഷകർക്ക് അറിയാനുള്ളൊരു താല്പര്യം ഉണ്ടായിരിക്കും. അവൻ തീർച്ചയായിട്ടും വള്ളംകളിക്ക് പങ്കെടുക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ വരേണ്ട ഒരു ആവശ്യതയുമുണ്ട്. നമുക്കറിയാം, ഇതിന് മുന്നത്തെ തവണ വള്ളംകളിക്ക് നമ്മളെല്ലാവരും അവിടെ എത്തിയതാണ്. പക്ഷേ ഇത്തവണയും വളരെ മികച്ച ടീം തന്നെ അവിടെയുണ്ട്. നമുക്ക് ഡെസ്കിലെ ചില തിരക്കുകളുള്ളത് കൊണ്ടാണ് അങ്ങോട്ടേക്ക് എത്താൻ കഴിയാത്തത്. പക്ഷേ അമൽ ഉൾപ്പെടെയുള്ള നമ്മുടെ ന്യൂസ് ഡയറക്ടർമാർ ഉൾപ്പെടെയുള്ള ഹർഷചേട്ടനും സേതുലക്ഷ്മിയൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഉടൻ എത്തുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ സുജിച്ചന്ദ്രനുണ്ട്, ആലപ്പുഴക്കാരനാണ്. ലിജോ വർഗീസ് ഒപ്പമുണ്ടാകും. ക്യാമറ ടീമുണ്ട്, നമ്മുടെ എഡിറ്റിംഗിൽ നിന്നുള്ള ടീം
ടീമുണ്ട്, PCL നിന്നുള്ള അംഗങ്ങളുണ്ട്. അങ്ങനെ വിപുലമായ ടീം ഇത്തവണ എന്തായാലും അവിടെയുണ്ട്.